നമ്മുടെ വീഡിയോ എൻ്റെ ഒരു അൽക്കുലത്ത് പണിയാണ്. ഈ വെക്കേഷൻ ആകുമ്പോൾ മാത്രം വരുന്ന ഒരു കഴിവാണ് ഇതുപോലത്തെ പലതും. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് ആദ്യ ആവശ്യം അച്ഛൻ്റെ അലമാരയിൽ നിന്ന് അടിച്ചു മാറ്റിയൊരു വൈറ്റ് ഷർട്ടാണ്. ഇനി ഇതുപോയി അനുകരിച്ച് അച്ഛൻ്റെ തെറി കേട്ടാൽ ഞാൻ ഉത്തരവാദിയല്ല. വില തുച്ഛം ഗുണം മെച്ചം. ഈ വാച്ചൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചോ, അത് ആവശ്യം വരും. പിന്നെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു അക്രാലിക് പെയിന്റോ ഫാബ്രിക് പെയിന്റോ. ഇനി ആ ഷർട്ട് എടുത്തിട്ട് ടേബിളിൽ ചുളിവൊന്നുമില്ലാതെ നല്ല രീതിയിൽ വിരിച്ചു വെക്കുക. പെയിന്റ് ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ട് സ്പ്രെഡ് ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഷർട്ടിന്റെ ഉള്ളിലായിട്ട് നല്ല കട്ടിയുള്ള പേപ്പറോ കാർഡ്ബോർഡോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്യാം. ഈ ഷർട്ടിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ കരിയോ എന്തോ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോർഷനിലാണ് ഞാൻ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണേലും പെയിന്റ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ മെയിൻ താരം. ഏത് വരയ്ക്കാൻ അറിയാത്തവനെയും വരയ്ക്കാൻ സഹായിക്കണ സ്റ്റെൻസിൽ. കടയിൽ പോയാൽ 20-30 കൊടുത്താൽ വാങ്ങാൻ കിട്ടും. പക്ഷെ ഇതൊരു കല്യാണ കത്തുനിന്ന് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുത്തതാണ്. ഏതായാലും അടുപ്പ് കിടന്ന് പോകാനുള്ളതല്ലേ, അതിന് ഞാനൊരു ജീവൻ കൊടുത്തു. ഇനി ഒന്നും നോക്കണ്ട, ആ സ്പോഞ്ച് എടുത്തിട്ട് പെയിന്റിൽ മുക്കിയിട്ട് ഈ സ്റ്റെൻസിലിന്റെ മേലെ അങ്ങോട്ട് കുത്തി കൊടുക്കുക. കുത്താൻ വരട്ടെ, അതിനു മുന്നേ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആ സ്റ്റെൻസിൽ പൊസിഷൻ മാറാതെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, കയ്യിലാവണ പെയിന്റ് ഓർമ്മയില്ലാതെ ഷർട്ടിന്റെ വേറെ എവിടെയും പോയി പിടിക്കാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേ സൈഡിലും ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ഛന്റെ ഷർട്ട് അടിച്ചു മാറ്റാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡിഫക്റ്റ് ഉള്ള ഏതെങ്കിലും ഷർട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും പറയാണ്, നല്ല ഷർട്ടൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആട്ട് കിട്ടും. പെയിന്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ദിവസം അത് ഉണക്കാൻ വെക്കുക. വേണേൽ അടുത്ത ദിവസം പെയിന്റ് ചെയ്തതിന്റെ ബാക്ക് സൈഡ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഉള്ളിലുള്ള പേപ്പർ നീങ്ങിപ്പോതെ നിൽക്കാൻ ഇതുപോലെ ക്ലിപ്പ് ചെയ്തിട്ട് ഹാങ്ങറിൽ ഇട്ടിട്ട് ഉണക്കിയെടുക്കാം. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.